ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു, ചീത്ത വാക്ക് പറഞ്ഞത് ഒരുപാടുണ്ട്. നല്ല വാക്ക് പറയുന്നവരോടും ചീത്ത വാക്ക് പറയുന്നവരോടും എല്ലാവരോടും എനിക്ക് ഒരുപോലെ സന്തോഷമാണ്. പിന്നെ ചീത്ത വാക്ക് പറയുന്നവരോട് ഞാൻ ഉത്തരം പറഞ്ഞത്, ചിലർ പറയുമ്പോൾ പറയും ഞാൻ BJP ആണ് പറയും, ചിലർ പറയും ഞാൻ കാണുമ്പോൾ കോൺഗ്രസ്സാണെന്ന് പറയും, ചിലപ്പോൾ ചിലർ പറയും ഞാൻ പിണറായിയുടെ ആളാണെന്ന് പറയും. അങ്ങനെ എന്നെ ഓരോരുത്തരും പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെ കാണാറുണ്ട്. ഞാൻ സാക്ഷാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി. പ്രസംഗാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. BJPക്കാർ നല്ലത് പറഞ്ഞാൽ നല്ലത് പറയും. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരൻ 10 കൊല്ലം പരിചയമുണ്ട്. നല്ലൊരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. എങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും പറ്റില്ല. അദ്ദേഹത്തിന് പറ്റിയ പണിയാണെന്ന് പോലും എനിക്കറിയില്ല. നേരെ നേരെ പോലെ ജീവിതത്തിൽ നേരെ സഞ്ചരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും പറയണം പ്രവർത്തിക്കുകയും ചെയ്തത്. അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞോടെ BJP ആണ്. അതോടൊപ്പം പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് വേണം, കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവരുടേതാണെന്ന് വേണം. അല്ലാതെ എല്ലാത്തിനും ഒത്തുപറയല്ല വേണ്ടത്, ഉള്ളത് വേണം. ആ ഉള്ളത് പറയും. അപ്പം പറയും ഇവര് നിലപാടില്ലാത്തവരാണ്. എനിക്ക് നിലപാടില്ല, എനിക്കെന്താ നിലപാട്? പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് എനിക്കുള്ളത്. അതല്ലാതെ ഒരു പാർട്ടിയുടെ മാലായും ചൂലായും എനിക്ക് സാധിക്കില്ല. സാമൂഹ്യ നീതി ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ അവൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചാൽ മതിയോ? ഇവിടെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു, ഗുരുദേവന്റെ പടം പോലും കാണാത്ത ഒരാളെ വെച്ചു. എത്രയോ ആളുകൾ 14 യൂണിവേഴ്സിറ്റിയുടെ ഒരൊറ്റ എഴുതാൻ പോലും കഴിഞ്ഞ ഗുരുവിനെ അറിയാവുന്ന ഒരാളെ ഇവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പ വർഗീയവാദിയായി. അപ്പൊ അത് ശരിയായില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതുകാരെല്ലാം കൂടെ എനിക്ക് പണിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതലും പോകുന്നില്ല. ഞാൻ ഒന്നേ പറയാറുണ്ട്, ഞാൻ സാക്ഷാൽ SNDP പ്രവർത്തനം. പ്രത്യേകം കൊല്ലംകാരുടെ ഏറെ സ്നേഹം. നിങ്ങൾക്കറിയാമല്ലോ, 30 കൊല്ലങ്ങൾക്ക് മുമ്പ് വഴിതെറ്റി വന്നവരാണ്. ഇവിടെ റിസീവർ ഭരണമായിരുന്നു. ആ റിസീവർ ഭരണം നടക്കുന്ന കാലത്ത് ആ കേസ് മുഴുവൻ നടത്തി വിജയിച്ച് ഇലക്ഷൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് കേസ് നടന്നാൽ എനിക്കൊക്കെ പറഞ്ഞ് കൂടെ നിന്നവരെല്ലാം കാര്യമായിരിക്കുമ്പോൾ കാശ് മുതൽ കേസ് നടത്തിയാണ്. കാരണം എക്സിക്യൂട്ടീവ് മെമ്പറായി നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ വെറും എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോ ആള് പറഞ്ഞ് എനിക്ക് 2-3 തെങ്ങയിൽ പോയാൽ പോട്ടെ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരും മുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ കൂടുതൽ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടാൽ സാധിക്കില്ല, എൻ്റെ അച്ഛൻ സമ്പാദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് ഏറ്റെടുത്ത് നടത്തി ജയിച്ചു തെരഞ്ഞെടുപ്പ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ 11 റീജിയൻ 10 റീജിയൻ ഞാൻ ജയിച്ചു. കൊല്ലം കൂടി റെഡ് കോർട്ടേഴ്സിൽ ഞാൻ ധൈര്യമായി തോറ്റു ഈ റീജിയൻ. പക്ഷെ ഈ റീജിയൻ തോറ്റുവെങ്കിലും ജയിച്ച 11 റീജിയൻ എന്റെ നേതൃത്വം അത്രയേറെ നേതൃത്വം ഉള്ളതുകൊണ്ട് പോകാൻ ഉൾപ്പെടെയുള്ളത് എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ സപ്പോർട്ട് 30 കൊല്ലമായിട്ടും യാതൊരു വ്യത്യാസമില്ലാതെ ഇന്ന് ആ ഭംഗുരം SNDP യോഗത്തിൽ ഞങ്ങളെല്ലാം ഒന്നായി മുമ്പോട്ട് പോവുകയാണ്.